അൽഹംദുലില്ലാഹ്. ത്വായിഫിലാണ്. ത്വായിഫിൽ കാണുന്ന പഴങ്ങളാണ് പലതും. ഈ ത്വായിഫിൻ്റെ തോട്ടത്തിൽ വളർന്നുണ്ടായതാണ്. ത്വായിഫ് എന്തുകൊണ്ടും ഫലപുഷ്ടിയുള്ള ഒരു മണ്ണാണ്. ബാറക്ന ഹൗലഹു എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ പ്രദേശത്തിൽ നിന്ന് പറിച്ചെടുത്ത് കഅബാലയത്തെ ഒന്ന് തവാഫ് ചെയ്തുകൊണ്ട് വെച്ച സ്ഥലമാണ് ത്വായിഫ്. മാഷാ അല്ലാഹ്. മക്കയിൽ നിന്ന് ആളുകൾ ഇന്ന് ത്വായിഫ് സന്ദർശിക്കാൻ വരികയാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 12ഓളം സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്ന മക്ബറയാണ് പിറകിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട എളാപ്പയുടെ മകനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ താബിഈങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ ഹനഫി റളിയല്ലാഹു അൻഹു, അങ്ങനെ ധാരാളം ശുഹദാക്കളും അതുപോലെ മഹാന്മാരുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ത്വായിഫ് ഒരുപാട് മഹത്വങ്ങളുള്ള മണ്ണാണ്. വലിയ വലിയ ബർക്കത്തുകൾ ഉള്ളതുകൊണ്ട് അയൽ രാജ്യങ്ങൾ വന്ന് പലപ്പോഴും ഇതിനെ പിടിച്ചെടുക്കാനും ആക്രമിക്കാനും ശ്രമിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ത്വായിഫിന് ചുറ്റും ഒരു മതിൽ നിർമ്മിച്ചു. അങ്ങനെയാണ് ത്വായിഫ് എന്ന് പേര് വരാനുള്ള ഒരു കാരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അള്ളാഹു പുണ്യമാക്കപ്പെട്ട ഷാമിലെ ഒരു പ്രദേശത്തെ പറിച്ചെടുത്ത് കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ട് വെച്ച പ്രദേശമാണത്രേ ത്വായിഫ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് മക്കയിൽ വളരെ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ എത്യോപ്യയിലേക്ക് പലതവണ ഹിജറ പോയെങ്കിലും ഒരു രക്ഷ കിട്ടാതെ വന്നപ്പോൾ ഉമ്മയുടെ കുടുംബക്കാരാകുന്ന ഈ ത്വായിഫിലേക്ക് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോടൊന്നിച്ച് വന്ന കഥ, വളരെ വേദനിപ്പിക്കുന്ന ചരിത്രം ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഉമ്മയുടെ കുടുംബക്കാരായ ആളുകൾ വേണ്ട രൂപത്തിൽ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ട് വളരെ പ്രയാസങ്ങൾ നേരിട്ടതാണ്. പക്ഷേ ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ത്വായിഫിന് വേണ്ടി ദ്വാർക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എൻ്റെ ഉമ്മത്തുകൾ അറിവില്ലാത്തവരാണ്, മാപ്പ് നൽകണേ എന്ന് പറഞ്ഞ് പൊറുക്കലിനെ തേടിയ പ്രദേശമാണ് ത്വായിഫ്. പിന്നീട് ഇസ്ലാം വളർന്നു. വേദനകൾ നേരിട്ട, ഇരുന്ന് ക്ഷീണം മാറ്റിയ, ദുആ ചെയ്ത സ്ഥലങ്ങളൊക്കെ പിന്നീട് പള്ളിയായി മാറി. മസ്ജിദ് ഖുൽ, മസ്ജിദ് അദ്ദാസ്, മസ്ജിദ് അലി എന്ന പേരിൽ അറിയപ്പെടുന്ന, ഇന്ന് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കാലത്ത് വേദനിപ്പിച്ചതൊക്കെ പിന്നീട് പള്ളിയായി ഇസ്ലാമിക മാറ്റം വന്ന ഒരു പ്രദേശങ്ങളായി ഇന്ന് കാണുകയാണ്. നമ്മുടെ നാട്ടുകാരനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇവിടെ വന്ന് നിർമ്മിച്ചൊരു പള്ളി കാണാം, മസ്ജിദുൽ ഹുനൂദ്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥലങ്ങളിലൊക്കെ ലക്ഷ്യം വെച്ച് വന്ന് തിരിച്ചു പോകുമ്പോൾ കർനുൽ മനാസിൽ അസ്സൈലുൽ കബീർ എന്ന ഹജ്ജിൻ്റെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് തിരിച്ചു പോകുന്നതാണ് ഇന്നത്തെ യാത്ര. എല്ലാവർക്കും സന്തോഷം നേരുന്നു.